ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ഗ്ലൂ ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫാബ്രിക്കിൽ സ്റ്റോണ്, ചീക്കിൻസ് എന്നിവ ഒട്ടിക്കുമ്പോൾ ഏതാണ് കൂടുതൽ നിൽക്കുന്നതും ഏതാണ് പെട്ടെന്ന് ഇളകി പോരുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 4 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അതിൽ ആദ്യമായിട്ടുള്ളത് B7000 ആണ്. ഇത് മറ്റുള്ള പശകളെ അപേക്ഷിച്ചിട്ട് കുറച്ചൊരു കോസ്റ്റ്ലിയാണ് കേട്ടോ. ഇതൊരു 10 ml 60 രൂപ വരുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ ഫാബ്രിക് ഗ്ലൂ ആണ്. ഇതിൻ്റെ പല ML അവൈലബിൾ ആണ്. ഇത് 25 രൂപയിലാണ് കേട്ടോ. അടുത്ത് നമ്മൾ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഫെവിക്കോളാണ്. ഇതിന് 5 രൂപയുള്ളേ. പിന്നെ നമ്മൾ എടുക്കുന്നത് ഗ്ലൂ ഗൺ ആണ് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ 4-5 വർഷമായിട്ട് കേടുകൂടാതെ നിൽക്കുന്ന ഒരു സാധനമാണ്. ഇനി ഇതിലേതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുത്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ട് ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അതിന് കുറച്ചും കൂടി മാച്ചായിട്ട് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓറഞ്ച് സ്റ്റോൺ എടുത്തിട്ട് അത് വെച്ചൊന്ന് ഒട്ടിച്ച് നോക്കാം നമുക്ക്. ഇത് ഒട്ടിച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഫാബ്രിക് ഗ്ലൂ എടുത്തത് ഒന്ന് സ്റ്റോൺ ഒട്ടിച്ച് നോക്കാം. ഈ ഫാബ്രിക് ഗ്ലൂവിന് ഞാൻ ഒരു നീല സ്റ്റോൺ ആട്ടോ എടുക്കുന്നത്. അത് വെച്ച് ഒട്ടിച്ച് നോക്കാം. ഇതാ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. ഇനി അടുത്തായിട്ട് എടുക്കുന്നത് B7000 എന്ന ഗമ്മാണ്. അത് വെച്ചൊന്ന് ഒട്ടിച്ച് നമുക്ക് നോക്കാം. ഇത് ഞാൻ റെഡ് സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് വണ്ണായിട്ട് ഗ്ലൂ ഗണ്ണാണ് എടുക്കുന്നത് കേട്ടോ. ഗ്ലൂ ഗൺ ഞാൻ 5 മിനിറ്റ് മുമ്പേ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ആ ബ്ലാക്ക് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് നോക്കാം. ബ്ലാക്ക് സ്റ്റോൺ ഒട്ടിച്ചതിന് ശേഷം മിനിമം നമ്മളൊരു 12 മണിക്കൂർ ഇത് വെക്കണേ. ഏത് സ്റ്റോൺ ഒട്ടിച്ചാൽ മിനിമം ആണ് 12 മണിക്കൂർ. 24 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇതവിടെ 15 മണിക്കൂറിന് ശേഷം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓരോന്നും പറിച്ച് തന്നെ നോക്കാം. ഇത് ഞാൻ ഫെവിക്കോൾ മഞ്ഞ വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്ക് പറിച്ച് നോക്കിയാലോ. പെട്ടെന്ന് ഇളകി വരുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഒന്ന് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അതങ്ങോട്ട് പോരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അത്ര ഫാബ്രിക്കിലേക്ക് പറ്റിയ ഗ്ലൂ അല്ല, നമുക്ക് പേപ്പറിൽ മറ്റും ഒട്ടിക്കാൻ പറ്റിയ ഗ്ലൂ ആണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് വണ്ണായിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടുള്ള സ്റ്റോണാണ് അടർത്താൻ പോകുന്നത്. ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചത് ബ്ലാക്ക് സ്റ്റോണാണ്. അത് വെച്ച് നമുക്ക് ഒന്ന് അടർത്തി വെക്കാം. വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഒരു സ്പീഡ് കൂട്ടലും കുറയ്ക്കലൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് നമുക്ക് പ്രസ് ചെയ്തിട്ടും അങ്ങനെ പെട്ടെന്നൊന്നും വരുന്നില്ല. എന്നാൽ നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് വെയിറ്റിലൊന്ന് എടുക്കുമ്പോൾ നമ്മൾ അധികമായിട്ട് അങ്ങോട്ട് വലിക്കുമ്പോഴാണ് വരുന്നത്. ആ ഗ്ലൂ ഗൺ അടക്കം വരുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. അത് നീല സ്റ്റോൺ വെച്ച് ഒട്ടിച്ചിട്ടുള്ളതാണ്. ഒന്ന് നമുക്ക് പറിച്ചു നോക്കാം. അത് കുറച്ച് പ്രയാസമുണ്ട് കേട്ടോ. കുറച്ചൊന്ന് കാണുന്നുണ്ടാവും വീഡിയോയിൽ. ഞാൻ എത്ര എഫേർട്ട് കൊടുത്തിട്ട് അത് അങ്ങോട്ട് വരുന്നില്ല. എന്നാലും നഖം വെച്ച് നന്നായിട്ടൊന്ന് പിടിച്ച് പറിക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ വന്നു. നന്നായിട്ട് വലിച്ചപ്പോഴാട്ടോ അത് വന്നത്. കൂടാതെ അതിൻ്റെ ബാക്കത്തെ ആ സിൽവർ കോട്ടിങ് നമ്മുടെ ക്ലോത്തിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല കേട്ടോ. അത്ര ഫാബ്രിക് ഗ്ലൂ ഓക്കെയാണ്. അത് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് അത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് വലിച്ചിട്ടല്ല അത് വന്നത്. ഇനി നെക്സ്റ്റ് ഫോർത്ത് വണ്ണായിട്ട് നമ്മുടെ B7000 എന്ന ഗമ്മാണ്. അതും കൂടി ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ റെഡ് സ്റ്റോൺ വെച്ച് ഒട്ടിച്ചിട്ടുള്ളതാണ്. അതും വെച്ചൊന്ന് അമർത്തിയിട്ടൊന്ന് നല്ല വെയിറ്റ് കൊടുത്തിട്ട് തന്നെ ഒന്ന് പിടിച്ച് വലിക്കുക.
കുറേ നേരം എല്ലാ സൈഡിൽ നിന്ന് വലിച്ചിട്ട് ഇത് അത്ര പെട്ടെന്നൊന്നും ഇളകി വരുന്നില്ല കേട്ടോ. അങ്ങനെ അടുത്ത ആ ഒരു നഖം കൊണ്ട് അത്രയും ഞാൻ വലിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ കയ്യിലൊക്കെ അടയാളം വരുന്ന കണ്ടില്ല. എന്നിട്ടത് കിട്ടുന്നില്ല. അത്രയും എഫേർട്ട് ഇട്ട് കൈ അടയാളം വരാനല്ലാതെ, പക്ഷെ അത് ആ ഒരു ഇത് ഇങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ. അമ്മാതിരി വലിച്ചിട്ടും അത് വരുന്നില്ല. ഒരു രക്ഷയില്ല, വരുന്നില്ല കേട്ടോ. കൈ വേദനിക്കല്ലാതെ അത് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ ഏതാണ്? B7000 എന്നാണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്താൽ കേട്ടോ, അത് കാലിയായിരിക്കുന്നത്. ഇതാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കാറ്. ഇത്രയും കോസ്റ്റ്ലി ആണെങ്കിലും നമുക്കൊരു 10 ml ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് ഒരു 2-3 ഡ്രസ്സ്, 2-3 എന്ന് പറയാൻ പറ്റില്ല, 2 ഡ്രസ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫാബ്രിക് ഗ്ലൂ ഗണ്ണും ബെറ്റർ ആണ് കേട്ടോ. നമുക്ക് കുറച്ച് എഫേർട്ട് എടുത്താൽ വലിച്ചാലേ വരുള്ളൂവെങ്കിൽ നമുക്ക് കുറേ യൂസ്ഫുൾ ആണ് അത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളിത് ഇത്രയും വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ.